നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യമനിലെ സ്വഹാബിമാർ 100ഓളം പ്രഗൽഭരും പ്രശസ്തരും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബാക്കൾ യമൻകാരാണ്. അൽ ഈമാനു യമാനിൻ, യഥാർത്ഥ ഈമാൻ യമൻകാരുടെ ഈമാനാണ് എന്ന ആ വചനം യമൻ നിവാസികളുടെ മഹത്വത്തിന് ഏറ്റവും മതിയായ ഒരു വചനമാണ്, തെളിവാണ്. ഇന്ന് ഫലസ്തീനിനെ ഇസ്രായേൽ രാജ്യം ആക്രമിക്കുമ്പോൾ ഫലസ്തീനിന് കട്ടക്ക് പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് യമൻവാസികൾ. യമനിലെ പ്രത്യേകിച്ച് ഹൂതികൾ. യമനിനേക്കാൾ സമ്പന്നമായ ശക്തിയുള്ള അറബ് രാജ്യങ്ങൾ ലോകത്തുണ്ട്. സൗദി, ഖത്തർ, തുർക്കി, കുവൈത്ത്, ജോർദാൻ തുടങ്ങിയ എത്രയോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ. പക്ഷേ അവരെല്ലാം നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായി പോരാടുന്ന പോരാളികളാണ് യമൻവാസികൾ. കഴിഞ്ഞ ദിവസം US-ന്റെ യുദ്ധക്കപ്പൽ ഹൂതികൾ ചാമ്പലാക്കിയിരുന്നു. അവരുടെ ഈ ഈമാനിന്റെ പവറിന്റെ പിന്നിൽ അത്ഭുത ചരിത്രങ്ങളുണ്ട്. പ്രമുഖരായ സഹാബാക്കളിൽ അധികവും യമൻ നിവാസികളാണത്രേ. അവരിൽ ഓരോരുത്തരെ പറ്റി അവരുടെ മദ്ഹുകളെ വിശദീകരിക്കാൻ പ്രയാസമാണ് എങ്കിലും അവരിൽ പ്രമുഖരെ സംബന്ധിച്ച് ഹ്രസ്വമായി നമുക്ക് പരിചയപ്പെടാം. ഒന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ എന്ന പേരിൽ അറിയപ്പെട്ട സഹാബി. ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി അദ്ദേഹമാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. യമൻ നിവാസിയായ അദ്ദേഹം സഹാബാക്കളിൽ പ്രമുഖനാണ്. യമനിയൻ, ഹിമ്രിയൻ എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിമ്യർ ഗോത്രത്തിൽപ്പെട്ട യമൻവാസിയാണ്. അതുപോലെ ഇസ്ലാമിലെ ആദ്യത്തെ ശുഹദാക്കളായ കുടുംബം യാസർ റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ. യാസർ റളിയല്ലാഹു തആല അൻഹു അവ്വലു ഷഹീദിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യമായി ഷഹീദായ സ്വഹാബിയാണ്. സുമയ്യ റളിയല്ലാഹു തആല അൻഹ അവ്വലു ഷഹീദത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആദ്യമായി ഷഹാദത്ത് വരിച്ച സ്ത്രീയാണ്. ഇവരുടെ കുടുംബം യമനിലെ കുടുംബമായിരുന്നു. യമൻ നിവാസികളാണ് ഇവർ. അടുത്ത സഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ആണ്. ഒരുപാട് ഹദീസിന്റെ നിവേദകനായ സഹാബി. അദ്ദേഹത്തിന്റെ കുടുംബമാണ് അവ്വലു യമനിൻ ഹാജറ ഹുവ വ ഉസ്റതുഹു ഇലൽ മദീന, മദീനയിലേക്ക് ആദ്യമായി ഹിജറ ചെയ്ത, യമനിൽ നിന്ന് ഹിജറ ചെയ്ത ഒരു കുടുംബമായിരുന്നു അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം. മറ്റൊരു സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അവ്വലു മുതഅല്ലിമിൻ ഫിൽ മദീന, മദീനയിലെ ആദ്യത്തെ മുതഅല്ലിം, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രമുഖനായ പ്രശസ്തനായ സഹാബി റളിയല്ലാഹു തആല അൻഹു. അടുത്ത സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ആണ്. കാത്തിബുൽ വഹി, വഹി രേഖപ്പെടുത്തുന്ന സഹാബി. അതേപോലെ സഹാബാക്കളിലെ ഖാരി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രമുഖനായ സഹാബി. അദ്ദേഹവും യമൻ നിവാസിയാണ്. മറ്റൊരു സഹാബി തുഫൈൽ ബിൻ അംർ ദൗസ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദു ദൗസ്, ദൗസ് ഗോത്രത്തിന്റെ തലവനായ തുഫൈൽ റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ നബിതങ്ങളുടെ ഹിബ്ബായ പ്രിയങ്കരനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. അതിനുശേഷം ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു തആല അൻഹു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിതങ്ങളുടെ അടുക്കൽ മനുഷ്യകോലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ സഹാബിയുടെ കോലത്തിലായിരുന്നു. അദ്ദേഹം നല്ല സുന്ദരനായ സുമുഖനായ സഹാബിയായിരുന്നു. അദ്ദേഹം മിനൽ യമൻ, യമനിൽപ്പെട്ട ആളാണ്. അടുത്തത് മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തവുമായി അദ്ദേഹത്തിന്റെ രക്തം ചേർന്നു എന്ന ഹദീസുകളിൽ കാണാം. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബ്, നബിതങ്ങളുടെ പ്രഭാഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി. അതേപോലെ തന്നെ അദി ഇബ്നു ഹാത്തം, അറബികളിലെ ഏറ്റവും ഉദാരമതിയുടെ മകൻ. എന്തിനേറെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ യമൻകാരിയായിരുന്നു. ഇനിയും നിരവധി അനവധി സഹാബിമാരുണ്ട്. അലാ ഇബ്നുൽ ഹളറമി, അസ്മാ ബിൻത് ഉമൈസ്, ഉസൈദ് ബിൻ ഹുലൈർ, ലിമാദ് ബിൻ സഅലബ, ഖൈസ് ബിൻ മാലിക്, മിഖ്ദാദ്, ഉഖബത്ത് ബിൻ ആമിർ, ജരീർ ബിൻ അബ്ദില്ല, അനസ് ബിൻ നളർ, ഖുബൈബ് ബിൻ അദി, സെയ്ദ് ബിൻ ദസ്ന, സെയ്ദ് ബിൻ സാബിത്ത്, അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹും.
ഇങ്ങനെ സഹാബാക്കളിൽ പ്രമുഖരും പ്രശസ്തരുമൊക്കെ അധികവും യമൻ നിവാസികളായിരുന്നു. ഹൂദികളുടെ ചെറുത്തുനിൽപ്പ് അത് വെറുതെയല്ല. അവരുടെ ഈ ഈമാനും തഖ്വയും തവക്കുലുമൊക്കെ സഹാബാക്കളുടെ പേരമക്കളായ അവർക്ക് അനന്തരമായി ലഭിച്ചതാണ്. റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളുടെ ആ ബറക്കത്ത് ആ നാട്ടിൽ അവരിൽ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും സഹാബത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീൻ ജനതക്ക് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുസ്തദഅഫീന ഫീ കുല്ലി സമാനിൻ വഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ ഹ്ദി ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله